ഹായ് ഗൈസ്, എന്തല്ല കുറേ ആയില്ലേ ഷോർട്സിലിട്ട് വെറുപ്പിക്കുന്നേ. അപ്പോൾ പിന്നെ ഇന്നൊരു കല്യാണ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. ഇന്നൊരാളെ കല്യാണത്തിന് പോയത്. ചെക്കനെ പറ്റി പറയുമെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കസിനാണ് ചെക്കൻ, എൻ്റെ കസിൻ്റെ ഫ്രണ്ടാണ് ചെക്കൻ. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മുടെ നാട്ടുകാരൊക്കെ ഒരുമിച്ച് കാണാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ ബ്യൂട്ടി. എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റും, നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. ഇതുവരെ കാണാത്തൊരു എന്താ പറയുക, അത്ര മുഖങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു മുഖമാണ് ഇത്. അങ്ങനെ പെണ്ണിൻ്റെ എല്ലാം വീട്ടിലെത്തി ഒരു ചായയൊക്കെ കുടിച്ച് ഇതാണ് നമ്മളെ മേറൂക്ക നല്ല തമാശലും പറയും. അടുത്ത ഫോട്ടോ എടുക്കൽ എങ്ങനെ പുറത്തിറങ്ങുമ്പോൾ നല്ല മഴ. ചെക്കൻ്റെ വെറൈറ്റി ഫോട്ടോ എടുക്കാൻ വേണ്ടി ചങ്ങൈമാരൊക്കെ കൂടി നല്ല രീതിയിൽ ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളിയാക്കി. ഇതിനടുക്ക് എല്ലാവരും വെറൈറ്റി പോസൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി എന്തെങ്കിലും പറഞ്ഞിട്ട് ഓനൊരു വൈക്കാക്കി. ഇവനൊരു മെയിനാണ്. ആ പരിപാടിയിലെങ്കിൽ ഇനി ചെക്കൻ്റെ വീട്ടിലെത്തി. ഇനി ഫുഡ് ഐറ്റംസ് കാണിച്ചു തരാം. ബിരിയാണി ഉണ്ട്, പിന്നെ ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാർ, തൈര്. ഈ സാധനം കണ്ടാൽ എൻ്റെ നാടേതാണ് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്. ഇത് നമ്മളൊരു ചങ്ങായിയാണ്. ഓൻ പറയുന്നത് നിന്നെ കുറേ ആയില്ല കണ്ടിട്ട്. പേരെന്ത് അങ്ങനെ ഫുഡ് കഴിക്കാനായിരുന്നു. ഇതാണ് സ്റ്റാർട്ടർ ഐറ്റം. ഇതിൻ്റെ പേരാണ് അൽസ. മലബാർ കല്യാണത്തിന് എക്സ്പെഷ്യലി നമ്മളെ കണ്ണൂർ ഭാഗത്തെല്ലാം കിട്ടുന്ന ഒരു മീറ്റ് ഡെസേർട്ടാണ് ഈ സാധനം. ആദ്യം കണ്ണൂർ ഭാഗത്ത് തന്നെയാണെന്ന് തോന്നുന്നു, ഇപ്പം എല്ലായിടത്തും ഉണ്ട് തോന്നുന്നു. വെറുങ്ങനെയും കഴിക്കാം, പഞ്ചസാര ഇട്ടിട്ടും കഴിക്കാം. ഞാൻ വെറുങ്ങനെയും കഴിക്കും, പഞ്ചസാര ഇട്ടിട്ടും കഴിക്കും. എനിക്ക് എങ്ങനെയാലും പ്രശ്നമില്ല. അപ്പോൾ അതൊക്കെ അങ്ങ് കഴിച്ച് തീർന്ന് വടിച്ച് ആ പ്ലേറ്റിൻ്റെ മേലേക്ക് കുറച്ച് ബിരിയാണി ഇങ്ങോട്ട്, കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. കാരണം രണ്ടാമത് ഇടുന്നത് നമുക്ക് ശീലമില്ല എന്നല്ല, വെറുതെ എന്തിനാ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത്. അങ്ങനെ കഴിക്കാൻ തുടങ്ങി. അപ്പാന്ന് ഒരു സാധനം മറന്നത്, വേറൊന്നുമല്ല, തൈര് അച്ചാറും കിട്ടിയില്ല. ബിരിയാണി അങ്ങനെ കഴിക്കാൻ തുടങ്ങി. തൈരെല്ലാം വരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് കഴിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിൽ ഈ ഫുഡ് വ്ളോഗൊന്നും എടുക്കാൻ കഴിയില്ല, പക്ഷെ ഇങ്ങനെയൊക്കെയല്ല പഠിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ തൈര് അച്ചാറൊക്കെ വന്ന് സമാധാനമായി മെല്ലെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മുകളിൽ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ട് ഒരു ബ്യൂട്ടിക്ക്. ഈ വ്ളോഗിങ് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരുപാട് കടമ്പകളുണ്ട്. കുറേ ഷോട്ട് എടുക്കണം, ചില ഷോട്ടൊക്കെ മിസ്സാവും, ചില ഷോട്ടൊക്കെ കിട്ടും. അങ്ങനെ എൻ്റെ ഫ്രണ്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് കുറേ. എല്ലാം കഴിഞ്ഞ് ഫുഡും കഴിച്ച്. അപ്പോൾ ഓക്കെ ബൈ.